എന്താ നീ പറഞ്ഞത്? അത്രയും നേരം നിശബ്ദമായി ഇരുന്ന രാധ അമ്പരപ്പോടെ ചോദിച്ചു. ഹരിയെയും അവൻ്റെ കുടുംബത്തെയും അത്രയും മോശമായി പറഞ്ഞിട്ട് പോയ തൻ്റെ മകൾ ഒരു നിമിഷം കൊണ്ട് എങ്ങനെയാണ് അവളുടെ തീരുമാനം മാറ്റിയത് എന്നായിരുന്നു അപ്പോൾ അവരുടെ ചിന്ത. അവിടെ ഇരിക്കുകയായിരുന്ന വിജയനും അതേ ആലോചനയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ എൻ്റെ ചിന്തകൾ തന്നെയായിരുന്നു. പക്ഷേ അതിനേക്കാൾ മുകളിലാണ് എനിക്കെൻ്റെ വീട്ടുകാരുടെ സന്തോഷം. അവൾ പുഞ്ചിരിയോടെ പറയുമ്പോൾ രാധ തൻ്റെ ഭർത്താവിനെ നോക്കി. അയാൾ അവൾ പറഞ്ഞതൊന്നും വിശ്വസിക്കാത്ത മട്ടിലാണ് ഇരിപ്പ്. അത് കണ്ടതും അവരുടെ മുഖം വാടി. നീ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് സമ്മതിക്കേണ്ട. അവർ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കഴിയുന്ന കുടുംബമാണ്. അവിടുത്തെ സ്ഥിതിഗതികൾ നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ ഈ ബന്ധം ഗുണത്തേക്കാൾ ദോഷമേ ചെയ്യൂ. വിജയൻ ഗൗരവത്തോടെ പറഞ്ഞു. തൻ്റെ മകൾ കലയുടെ കുടുംബത്തിൽ പിടിച്ചു നിൽക്കില്ല എന്നത് അയാൾക്ക് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. കാരണം അവളുടെ വായിൽ നിന്ന് വീണതെല്ലാം അതുപോലെ വിഷമുള്ള വാക്കുകളായിരുന്നു. അച്ഛാ, ഞാൻ അപ്പോഴത്തെ വെപ്രാളത്തിൽ പറഞ്ഞു പോയതാണ്. അതിൻ്റെ പേരിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കല്ലേ. അവൾ കുറച്ചുകൂടി സ്വരം താഴ്ത്തി പറഞ്ഞതോടെ അവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നവസ്ഥയായി. ഉറപ്പാണല്ലോ അല്ലേ? വിവാഹത്തിന് സമ്മതമാണ് എന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം നീ എന്നെ നാണം കെടുത്തരുത്, വിജയൻ ശക്തമായി താക്കീത് ചെയ്തു. എന്നാൽ അതിനുണ്ണിമായ പുഞ്ചിരിയോടെ തലയാട്ടുകയാണ് ചെയ്തത്. അതോടെ അയാൾ മൊബൈൽ കയ്യിലേക്കെടുത്തു. ശ്രീമംഗലത്തെ വിശാലമായ അകത്തളത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു ആ 3 പേർ. മാധവൻ്റെ മക്കൾ. മൂത്തവൻ രാഹുൽ മാധവ്, അച്ഛനു പിറന്ന മകൻ. മാധവൻ്റെ എല്ലാ കൊള്ളരുതായ്മയും അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ശ്രീമംഗലത്തെ ബിസിനസ്സുകൾ നോക്കി നടത്തുകയാണ്. മാധവന് ശേഷം ആര് എന്ന ചോദ്യത്തിന് രാഹുൽ എന്ന് തന്നെയാണ് ഉത്തരം. ചിട്ടി കമ്പനിയും തടിമില്ലുമൊക്കെ നോക്കി നടത്തുന്നത് അവൻ തന്നെയാണ്. രണ്ടാമൻ ഗോകുൽ മാധവ്. രാഹുലിൻ്റെ നേരെ വിപരീത സ്വഭാവം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കും. ഗോകുലിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രീമംഗലം സ്കൂളിൻ്റെ ചുമതലയാണ് മാധവൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നത്. മൂന്നാമനായ പ്രജിൽ മാധവ്, രാഹുലിന് പറ്റിയ അനിയൻ. അവൻ്റെ എല്ലാ കൊള്ളരായ്മതയ്ക്കും കൂട്ടുനിൽക്കും. ഹരിയുടെ കല്യാണം ഉറപ്പിച്ചു. ഹരി തന്നേക്കാൾ ഒത്തിരി വയസ്സിന് മൂത്തതാണ് എന്നറിയാമെങ്കിലും ഒരു കൂസലുമില്ലാതെയാണ് പ്രജിൽ അത് പറഞ്ഞത്. അത് കേട്ടതും രാഹുൽ ഒരു പുച്ഛത്തോടെ ചിരിച്ചു. ഇതിനു മുൻപും പല ആലോചനകളും നടന്നതല്ലേ, ഇതിനും അതേ ഗതി തന്നെയായിരിക്കും. അവൻ്റെ ആത്മവിശ്വാസം കണ്ടപ്പോൾ ഈ വിവാഹവും മുടങ്ങുമെന്ന കാര്യത്തിൽ 2 പേർക്കും യാതൊരു സംശയവും തോന്നിയില്ല. ഈ നാട്ടിൽ രാഹുലിൻ്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കാത്തവർ കുറവാണ്. അത്രയ്ക്കുമുണ്ട് അവൻ്റെ സ്വാധീനം. ഇരുവരുടെയും സംസാരം തുടർന്നു പോയപ്പോൾ അത് കേട്ടിരുന്നുവെങ്കിലും ഗോകുൽ ഒന്നും മിണ്ടിയില്ല. ഹരിയോട് പ്രത്യേകിച്ച് യാതൊരു ഇഷ്ടവുമില്ല. തൻ്റെ അമ്മയുടെ സ്ഥാനം കയ്യേറാൻ വന്ന സ്ത്രീ എന്ന നിലയിൽ അവൻ്റെ അമ്മയോട് ദേഷ്യവുമുണ്ട്. അതിനാൽ തന്നെ ഒരിക്കലും അവനെ ഒരു സഹോദരൻ എന്ന രീതിയിൽ കാണാൻ കഴിയുകയുമില്ല. എങ്കിലും മനഃപൂർവ്വം ഒരാൾക്ക് ദ്രോഹം ചെയ്യാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവൻ്റെ കല്യാണം മുടക്കി നടക്കുമ്പോൾ സ്വന്തം കാര്യം ഇങ്ങനെ വൈകിപ്പോകുന്നത് അറിയുന്നില്ലേ? ഗോകുൽ ഒരു തമാശ പോലെ എന്നാൽ അല്പം മുനവെച്ച് തന്നെ പറഞ്ഞു. ഹരിയേക്കാൾ മുതിർന്നതാണ് രാഹുൽ. എന്നിട്ടും വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. എൻ്റെ കാര്യം സമയമാകുമ്പോൾ നടക്കും. അല്ലെങ്കിൽ തന്നെ അവനെ പോലെയാണോ ഞാൻ? ശ്രീമംഗലത്തെ മാധവൻ്റെയും മാണിക്യശ്ശേരി വരലക്ഷ്മിയുടെയും മകനല്ലേ? പാരമ്പര്യവും തറവാടിത്തവും പണവുമുള്ള എൻ്റെ വിവാഹം നടക്കാൻ യാതൊരു താമസവുമുണ്ടാകില്ല. പറഞ്ഞുകൊണ്ട് രാഹുൽ പ്രജിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അവർക്ക് 2 പേർക്കും ഇതുപോലെയുള്ള രഹസ്യങ്ങൾ ഒരുപാടുള്ളതിനാൽ തന്നെ ഗോകുൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ബുക്കിലേക്ക് നോക്കി. ആ സമയം തന്നെയാണ് ദേവിക അവിടേക്ക് വന്നത്. അവളുടെ മുഖം ആകെ വാടിപ്പോയിരുന്നു. എന്തായിരുന്നു ഇവിടെ ഡിസ്കഷൻ? അവളുടെ ചോദ്യം കേട്ടതും ഗോകുൽ പുഞ്ചിരിച്ചു. പതിവ് ചർച്ച തന്നെ, കല്യാണം മുടക്കൽ.
അവൻ്റെ വാക്കുകൾ കേട്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി. ആ സന്തോഷം അവളുടെ മുഖത്ത് തന്നെ അറിയുന്നുണ്ടായിരുന്നു. നീയും അവരുടെ പക്ഷമാണോ? എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ പോകുന്നത്? നമുക്കിഷ്ടമില്ലാത്തവരെ നമ്മൾ അവഗണിക്കുകയാണ് വേണ്ടത്. ദ്രോഹിക്കാൻ നടന്നാൽ സ്വന്തം ജീവിതം കൂടി ഇല്ലാതെയായി പോകും. അവൻ്റെ ഉപദേശം കേട്ടതും അവൾ തലകുനിച്ചു. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഏട്ടാ. നശിച്ചു പോകണമെന്നും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ അമ്മാവൻ്റെ മകനാണ് ഹരിയേട്ടനും. ദേവു പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവളുടെ അമ്മ മഹേശ്വരിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. എന്ത് അസംബന്ധമാടി നീ പറഞ്ഞത്? ഏട്ടത്തിയൊന്നും കേൾക്കാത്തത് ഭാഗ്യമായി. ദേഷ്യം കൊണ്ട് അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഏട്ടന് അവിഹിതത്തിലുണ്ടായ മക്കളെ നേർവഴിക്ക് ഉണ്ടായവരോട് ഉപമിച്ചത് അവർക്കൊട്ടും ഇഷ്ടമായില്ല. അമ്മയ്ക്കെന്തിനാ അവരോടിത്ര ദേഷ്യം? അവർ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഗോകുൽ തൻ്റെ അരികിൽ ഇരിക്കുന്ന കാര്യം മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു. അവർ തെറ്റ് ചെയ്തില്ലായിരിക്കാം. ആണുങ്ങളാകുമ്പോൾ ആ പ്രായത്തിൽ ചെറിയ കുസൃതിയൊക്കെ കാണിക്കും എന്ന് കരുതി അവർ ഇവിടെ തന്നെ വന്ന് താമസിക്കുന്നത് നമ്മളെ നാണം കെടുത്താനല്ലേ? പിഴച്ചുപെറ്റ ഒറ്റ എണ്ണത്തിനെ എൻ്റെ കൺവെട്ടത്ത് കണ്ട ഞാൻ ചാണകവെള്ളം ഒഴിക്കും. അവരുടെ വാക്കുകൾ കേട്ടതും ഇനിയൊന്നും കേൾക്കാനില്ല എന്നതുപോലെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഗോകുൽ ഒന്നിലും അഭിപ്രായം പറയാതെ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ഹരിയേട്ടൻ്റെ കല്യാണമായി അല്ലേ അമ്മേ? രാത്രി എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് കാർത്തിക അത് ചോദിച്ചത്. കലയുടെ മുഖം അത്രത്തോളം സന്തോഷത്തോടെ തിളങ്ങുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യവും വ്യത്യസ്തമല്ല. ഉണ്ണിമായുടെ വീട്ടുകാർക്ക് വേഗം നടത്തണമെന്നാണ്. എങ്കിലും ഞാൻ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്. അവർ അത് പറയുമ്പോൾ മക്കളുടെ മുഖം സംശയത്താൽ ചൊളിഞ്ഞു. ഹരിയുടെ വിവാഹം നടത്താൻ വെപ്രാളം കാണിച്ചിട്ട് എന്തിനാണ് ഇപ്പോൾ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത്? നമുക്ക് ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ? ഹരിയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കിടക്കുന്ന മുറി അവരുടേതാകില്ലേ? അപ്പോൾ ആ ഒഴിഞ്ഞു കിടക്കുന്ന മുറി വൃത്തിയാക്കിയാലേ നന്ദുവിന് കിടക്കാൻ പറ്റൂ. പിന്നെ അടുക്കളയും ഒന്ന് ഒതുക്കിയെടുക്കണം. പുറത്തുനിന്ന് വരുന്ന പെൺകുട്ടിക്ക് നമ്മുടെ സൗകര്യങ്ങളൊന്നും പറ്റിയെന്ന് വരില്ല. എല്ലാവരുടെയും സംശയം മനസ്സിലാക്കി എന്ന വണ്ണം കല അത് പറയുമ്പോൾ അതേ അഭിപ്രായം തന്നെയായിരുന്നു മനുവിനും. അതിനു മാത്രമുള്ള കാശൊക്കെ ഉണ്ടോ അമ്മേ? നന്ദു സംശയത്തോടെ ചോദിച്ചു. അല്ലലില്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ട് എങ്കിലും അത്രത്തോളം നീക്കിയിരിപ്പൊന്നും ഉണ്ടാകില്ല. പിന്നെ ഒരു കല്യാണമാകുമ്പോൾ എന്തുമാത്രം ചിലവ് വരും? ഞാനൊരു ചിട്ടി കെട്ടുന്നുണ്ട്. പിന്നെ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുക്കാം. നിശ്ചയം ഒന്ന് നടത്തി കാശ് കളയണ്ട എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായി കല്യാണം നടത്താം. അവരും അത്രത്തോളം സാമ്പത്തികമുള്ളവർ ഒന്നുമല്ലല്ലോ. കല്യാണ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഹരി അവിടെ നിന്നും എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വിവാഹം അവൻ ആഗ്രഹിച്ചില്ലായിരുന്നു എന്നതാണ് സത്യം. അമ്മയെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രം പെണ്ണ് കാണാൻ പോയതാണ്. ലക്ഷണം കണ്ടിട്ട് കല്യാണം വളരെ വേഗം നടക്കും എന്നാണ് തോന്നുന്നത്. അവൻ മുറിയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു. ഏട്ടന് ഈ കല്യാണം ഇഷ്ടമായില്ലേ? അവൻ്റെ പിന്നാലെ മുറിയിലേക്ക് വന്ന നന്ദുവിൻ്റെ ചോദ്യം കേട്ടതും അവനൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ നീ ചോദിച്ചത്? ഹരിയുടെ ചോദ്യം കേട്ടതും നന്ദു പുഞ്ചിരിച്ചു. എൻ്റെ ഏട്ടന് എന്തോ ഒരു വ്യത്യാസം പോലെ. എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ പറഞ്ഞേക്ക് കേട്ടോ. അമ്മ നിർബന്ധിക്കുക ഒന്നുമില്ല. പ്രായത്തിൽ ചെറുതാണ് എങ്കിലും അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഹരി പുഞ്ചിരിച്ചു. എനിക്കെന്തിഷ്ടക്കേടാ? ഞാൻ വെറുതെ ഓരോന്നോർത്ത് നിന്നുപോയതാണ്. അത് വിശ്വസനീയമായി തോന്നിയത് കൊണ്ട് തന്നെ നന്ദു ചിരിയോടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. തൻ്റെ മുറിക്കുള്ളിൽ ആകെ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു ദേവിക. ഹരിയുടെ വിവാഹം നടക്കുമെന്ന് ഏകദേശം അവൾക്ക് ഉറപ്പായിട്ടുണ്ട്. എപ്പോഴാണ് താൻ ആളിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്? ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴോ ആരുടെയോ വായിൽ നിന്ന് അറിഞ്ഞ കഥകളുടെ നിജസ്ഥിതി അന്വേഷിച്ചു പോയപ്പോൾ ആദ്യം തോന്നിയത് സഹതാപമായിരുന്നു. പിന്നീടത് എപ്പോഴോ പ്രണയത്തിലേക്ക് വഴിമാറി തുടങ്ങി. ആരോടും പറഞ്ഞിട്ടില്ല.
അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് പറയാൻ കഴിയുക? കൂട്ടുകാരോട് പോലും പറയാൻ പേടിയായിരുന്നു. ആരോട് പറഞ്ഞാലും ആ വാർത്ത കറങ്ങിത്തിരിഞ്ഞ് തൻ്റെ വീട്ടിലെത്തുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ തന്നെ രാഹുലേട്ടന് ഹരിയേട്ടനോട് വല്ലാത്ത പകയാണ്. ശരിക്കും അമ്മാവൻ്റെ അതേ മുഖച്ഛായയാണ് ഹരിയേട്ടന്. അതുകൊണ്ട് കല ആൻറ്റിയുടെ മറ്റുള്ള മക്കളേക്കാൾ രാഹുലേട്ടന് ദേഷ്യം ഹരിയേട്ടനോട് തന്നെയാണ്. കല ആൻറ്റിയും മക്കളും പാവങ്ങളാണ് എന്ന് നാട്ടിലാകെ സംസാരമുണ്ട്. ആരോടും വഴക്കിനും വക്കാണത്തിനും പോകാത്തവരാണ് ശരിക്കും സാധുക്കൾ. പക്ഷേ അവർക്ക് ശ്രീമംഗലത്തുകാരോടും മാധവൻ അമ്മാവനോടും ദേഷ്യമാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഹരിയേട്ടൻ്റെ മുഖത്തു നിന്നും പലപ്പോഴും അത് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ തൻ്റെ ഇഷ്ടം ഹരിയേട്ടൻ അറിഞ്ഞാൽ ഒരിക്കലും തൻ്റെ ഇഷ്ടം ആൾ അംഗീകരിക്കില്ല. ആ കാര്യത്തിൽ അവൾക്ക് യാതൊരു സംശയവും തോന്നിയില്ല. ഇനിയിപ്പോൾ എല്ലാം വിധി പോലെ തന്നെ വരട്ടെ, അങ്ങനെ വിശ്വസിക്കാനായിരുന്നു അവൾക്കിഷ്ടം. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹരിയുടെ വീട്ടിൽ വിവാഹ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. വീട് പെയിൻറ് ചെയ്യുന്നതും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതും എല്ലാം. അവൻ്റെ മുന്നിലേക്ക് ഇനി പോകില്ല എന്ന് തന്നെയായിരുന്നു അവളുടെ തീരുമാനം. ചിലപ്പോൾ സന്തോഷത്തിലായിരിക്കും. തൻ്റെ കണ്ണേറ് തട്ടിയിട്ട് ഇനി ആ സന്തോഷത്തിന് ഭംഗം വരണ്ട. അല്ലെങ്കിൽ തന്നെ ആ മുന്നിൽ ചെന്ന് നിന്നാൽ താൻ കരഞ്ഞു പോയാലോ? എന്നാൽ അവളുടെ തീരുമാനമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവൻ്റെ വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ വെച്ച് അവളുടെ വണ്ടി കേടായി. മുൻപൊക്കെ എന്നും ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്ന കാര്യമാണ്. ഇതുവഴി പോകുമ്പോഴൊക്കെ ഓർക്കും, വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയിരുന്നുവെങ്കിൽ അകത്ത് കയറി അവനെ കാണാമായിരുന്നുവെന്ന്. അതും ഉരുട്ടി മുന്നിലേക്ക് നടക്കുമ്പോൾ ആദ്യമായി അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നി. ആഹാ, ജീവനോടെ ഉണ്ടോ? ജിതിൻ കളിയാക്കി ചോദിക്കുമ്പോൾ അവൾ ആ ചമ്മലോടെ തന്നെ ചിരിച്ചു. അവൻ തന്നെയാണ് ആദ്യം വന്ന് അവളുടെ വണ്ടി നോക്കിയത്. അന്ന് അതിനെ അവൾ എതിർത്തതുമില്ല. ഇന്നിപ്പോൾ അസിസ്റ്റൻ്റ് മതിയോ? ജിതിൻ കളിയാക്കി ചിരിച്ചപ്പോൾ പഴയതുപോലെ ചിരിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്ന് മറയ്ക്കാൻ അവൾ വല്ലാതെ പാടുപെട്ടു. ഇതൊന്ന് നോക്കിയേ ഹരി. അവളുടെ വണ്ടിക്ക് ശരിക്കും കുഴപ്പമുണ്ട് എന്ന് മനസ്സിലായതും ജിതിൻ ഹരിയെ നോക്കി വിളിച്ചു പറഞ്ഞു. ഹരി അവിടേക്ക് വന്നതും അവൾ തൻ്റെ മൊബൈൽ എടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ തിരിഞ്ഞു നിന്നു. ഇതൊന്ന് തരാൻ പറ്റില്ല, നാളെ വന്ന് വണ്ടി എടുത്തോ പറഞ്ഞുകൊണ്ട് അവൻ തിരികെ നടക്കുമ്പോൾ അവൾ യാന്ത്രികമായി തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അവൾക്ക് വന്ന മാറ്റം നോക്കിക്കാണുകയായിരുന്നു ജിതിൻ. അവളുടെ മാറ്റവും ഹരിയുടെ വിവാഹവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാലോചിച്ചപ്പോൾ ജിതിന് ചിരി വന്നുപോയി. ശ്രീമംഗലത്തെ മഹേശ്വരിയുടെ മകൾക്ക് വർക്ക്ഷോപ്പ് മെക്കാനിക്കായ ഹരിയോട് പ്രണയമോ? എന്തൊരു മണ്ടത്തരമാണ് താൻ ചിന്തിച്ചത്. സ്വയം തലയ്ക്ക് തട്ടിക്കൊണ്ട് അവൻ പണിയിലേക്ക് തിരിഞ്ഞു.